ഹായ്, എൻ്റെ പേര് അലേക്ക് എന്നാണ്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം IFFE കുറേ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാനും കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെയാണ് വരുന്നത്. അപ്പം സിനിമ കാണുന്നതിൻ്റെ കൂടെ ഇപ്പം ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ക്യാമറ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് നിലനിൽക്കാത്ത അല്ലെങ്കിൽ ഇപ്പം ഈയിടയ്ക്ക് ഇരുന്ന് കാണാത്ത ടൈപ്പ് ക്യാമറയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുകയാണ് ഇപ്പം അങ്ങനെ ഫിലിം ക്യാമറയും ഡിജിറ്റൽ തന്നെ ലാർജ് ഫോമാറ്റും അല്ലെങ്കിൽ മീഡിയം ഫോമാറ്റ് ക്യാമറാസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് കൂടുതലും ഇപ്പോഴത്തെ മെയിൻ ഹോബി. ഫോട്ടോഗ്രാഫിയുള്ള പാഷൻ എനിക്കൊരു +1 സമയത്താണ് തുടങ്ങുന്നത്. 2003, 2004 കാലഘട്ടം. അപ്പം ഇതുപോലെ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പോലെ റേ ഒപ്റ്റിക്സ് പാഠങ്ങൾ കടന്നു പോകുന്നത് ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ഐഡിയ വന്നത്. ഇത് സ്വന്തമായിട്ട് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഒരു ചാല മാർക്കറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തുള്ളത് ചാല മാർക്കറ്റിൽ നിന്ന് അവിടുന്ന് കോൺവെക്സ് ലെൻസൊക്കെ വാങ്ങിച്ച് ഒരു ബൈൻഡിലും ബോർഡിലൊക്കെ വെച്ചിട്ട് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് കുറച്ച് DIY പോലെ ഒരു ക്യാമറ ഉണ്ടാക്കിയെടുക്കും. അതിൽ പടങ്ങൾ എടുത്തു തുടങ്ങി. അപ്പോൾ ആ ഒരു പാഷൻ പണ്ടേ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കോവിഡ് സമയത്തിന് ശേഷം അധികം പ്രോജക്ട്സ് വരാത്തതുകൊണ്ടും ഉള്ള സമയം എങ്ങനെയും യൂട്ടിലൈസ് ചെയ്യാമെന്നൊരു കോൺസെപ്റ്റിലാണ് ഈ പുതുതായിട്ട് ക്യാമറകൾ ഉണ്ടാക്കുക. ഇതൊക്കെ നിലനിൽപ്പില്ലാത്ത ക്യാമറകൾ റീഇൻവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഒരു 3-4 ടൈപ്പ് ഡിഫറെൻറ്റ് ക്യാമറാസ് ഇപ്പം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന നേരിട്ട് കിട്ടുന്ന ഒരു സുഖവും അനുഭവവും ഇന്നത്തെ കാലത്ത് പലർക്കും പിന്നെയും താല്പര്യം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പുതിയ ഈ ഫിലിം ക്യാമറാസ് ഇപ്പോഴും ആൾക്കാരും ആഗ്രഹിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും തന്നെ ഞാൻ വളരെ എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അങ്ങനെ ചോദിച്ചത് ഹെൽപ്പ് ചെയ്യാറും താല്പര്യമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു മീഡിയം ഫോമാറ്റ് സെൻസറാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് സാധാരണ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു 36x24 മില്ലിമീറ്റർ വരുന്നിടത്ത് ഈ സെൻസർ എന്ന് പറയുന്ന ഒരു ഏകദേശം 50x38 മില്ലിമീറ്ററാണ്. അപ്പം അത്രയും വലുതാണ് ഇതിൻ്റെ സെൻസർ. മിക്ക ഹൈ എൻഡ് ക്യാമറയിൽ ഫുൾ ഫ്രെയിം ക്യാമറസിലൊക്കെ ഫീച്ചർ ചെയ്യുന്നത് വെച്ചാൽ ഒരു 14 ബിറ്റ് കളേഴ്സാണ്. അതായത് ഏകദേശം ഒരു 3000 ബില്യൺ കളേഴ്സ് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെൻസേഴ്സാണ് അതൊക്കെ. ഇതിലെന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് 16 ബിറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു 300 ട്രില്യൺ കളേഴ്സ് വരെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്നിൽ തന്നെ പല ടോൺസ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഗാലറി ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള അവിടെ ആർട്ട് വർക്ക് റീക്രിയേറ്റ് ചെയ്യുമ്പം അവർ യൂസ് ചെയ്ത പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂസ് അല്ലെങ്കിൽ സാധാരണ ക്യാമറയിൽ അധികം വരാത്ത രീതിയിലുള്ള റേഞ്ച് കളേഴ്സിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഇൻഫാക്റ്റ് ആക്ച്വലി പല വലിയ ഗാലറീസിലും ഈ ടൈപ്പ് സെൻസേഴ്സ് വെച്ചിട്ടാണ് അവർ ഫോട്ടോ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ എടുത്ത ഫോട്ടോ അതായത് ഗാലറിയിൽ നിന്ന് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആർട്ട് വർക്ക് ഇത് രണ്ടാമത് പടം എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ അറിയാൻ പറ്റും. അങ്ങനെ ഫോർജറി ആണെന്ന് വരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അറിയാൻ പറ്റുന്നൊരു സംവിധാനം ഈ ടൈപ്പ് ക്യാമറ നന്നായിട്ട് തരും. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മിക്ക ക്യാമറാസിൻ്റെയും മെയിൻ ഒരു ഐഡിയോളജി എന്ന് വെച്ചാൽ അതിലുള്ള ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡിജിറ്റൽ യൂസ് ചെയ്യുന്നവർക്ക് ഡിജിറ്റൽ യൂസ് ചെയ്യാം. പെട്ടെന്ന് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഫിലിം ക്യാമറ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് ഫിലിമാക്കി മാറ്റാം. ആ ഒരു കിറ്റ് മാത്രം കയ്യിൽ വെച്ചാൽ മതി. അപ്പം ഇൻസ്റ്റൻ്റ്ലി ഈ ക്യാമറ എങ്ങനെ ഏത് രീതിയിലാക്കി കൊണ്ടു നടക്കാമെന്നൊരു ഒരു മോഡുലാരിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ആലേക്ക്, എൻ്റെ സ്വന്തം പേരാണ് ഇട്ടേക്കുന്നത്. വേറെ ഒന്നുമില്ല, ആലേക്ക് എന്നൊരു വാക്കിനൊരു സംസ്കൃതത്തിൽ നിന്ന് വരുന്നൊരു വാക്കാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഐഡിയ ഇൻസ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ രചന അല്ലെങ്കിൽ എഴുതി വെച്ചത് ആ ഒരു കോൺസെപ്റ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയായിട്ട് വളരെ വെളിച്ചം കൊണ്ട് എഴുതുക എന്നൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഈ പേര് ഐ തിങ്ക് ഇറ്റ് മാച്ചസ്. അതുകൊണ്ടാണ് ഈ പേര് എൻ്റെ പേരിന് ഇട്ടത്. പിന്നെ എനിക്ക് എളുപ്പമുണ്ട്, വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിനെ ഞാൻ ക്യാമറ ബേസിക്കലി ലെൻസ് ഉണ്ടാക്കിയാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുന്നത്. അപ്പം അതുതന്നെ എൻ്റെ ഐഡൻറ്റിറ്റി ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ലെൻസിൻ്റെ ഡീകൺസ്ട്രക്ഷൻ ചെയ്തൊരു ഗ്രാഫാണ്. അതായത് ബേസിക്കലി ഓരോ കോൺകേവ് കോൺവെക്സ് ലെൻസ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ലെൻസ് ഡയഗ്രം എന്ന് പറയും ടെക്നിക്കലി പറയുമ്പോൾ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ലോഗോ ഡിറൈവ് ചെയ്തത്. അപ്പോൾ അതുതന്നെയാണ് ഈ ക്യാമറാസിൻ്റെ ലോഗോ ആയിട്ട് വെക്കുന്നത്.
സോ ഇതാണ് 2019 ഐഡിയേറ്റ് ചെയ്തൊരു ഐഡിയ ആയിരുന്നു ഈ ക്യാമറ. ഒരു ലാർജർ ഫോർമാറ്റിൽ നമുക്ക് 35mm ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അതായത് ഈ ഷോട്ടിൽ നിന്ന് വെച്ചാൽ ഒറ്റ ഷോട്ടാണ് ഈ കാണുന്നത്. ഇത് ഫിലിമിൽ ഈ രീതിയിൽ തന്നെയാണ് പതിയുന്നത്. വളരെ ലോങ് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. നമ്മുടെ ഈ സാധാരണ 35mm ഫിലിം തന്നെ ഇട്ടിട്ട് ഇതിന് 60x24 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് പടം പതിയുന്നത്. അതുകൊണ്ട് തന്നെ പടമെല്ലാം വളരെ നീണ്ടിരിക്കും ഇങ്ങനെ. ഇതുതന്നെയാണ് എൻ്റെ പ്രത്യേകത. ഇങ്ങനെ പഴയൊരു ഹാസൽബ്ലാഡിൻ്റെ ബ്രാൻഡിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു. അതിപ്പം പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടും വളരെ ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിലയും ഭയങ്കര കൂടുതലാണ്. വില ഉണ്ടായാലും പോലും ആൾക്കാർ ഇത് കൊടുക്കത്തില്ല. അത് വളരെ പ്രസ്റ്റീജിയസ് ക്യാമറ ആയിട്ട് മാറിയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ ഉണ്ടാക്കുക എന്നൊരു ആലോചന ഞാനൊരു ഫ്രണ്ടും തുടങ്ങുന്നത്. അപ്പോൾ അവൻ എനിക്ക് ക്യാമറ ഉണ്ടാക്കാനുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യും, ഞാൻ അവസാനം ഇത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ക്യാമറ 2020 2021 സ്റ്റാർട്ട് ചെയ്ത് 22 മുന്നേ എന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്, BFA അപ്ലൈഡ് ആർട്സ് എന്നൊരു സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഉടനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈനിൽ അവിടെ ഫോട്ടോഗ്രാഫി ഡിസൈൻ എന്നൊരു കോഴ്സാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ UC എന്ന യൂണിവേഴ്സിറ്റിയിൽ MFAയും ഫോട്ടോഗ്രാഫിയിൽ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ നാൾ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലൂസ്ഡ എന്നൊരു ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യുന്നൊരു അവിടെയാണ് വർക്ക് ചെയ്തത്. കൂടുതലും ഇപ്പം ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന 1-2 ക്യാമറ തന്നെ അത് റിവേഴ്സിബിൾ ഡിസൈനാണ്. അതായത് നമുക്ക് ക്യാമറ ആയിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം, അത് തന്നെ ആ നെഗറ്റീവ് സ്കാൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് ആ നെഗറ്റീവ് വെച്ചിട്ട് നമുക്ക് എല്ലാത്തരമായിട്ട് യൂസ് ചെയ്യാനും അങ്ങനെ ഹാൻഡ് മെയ്ഡ് പ്രിൻറ്റ്സ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പേപ്പേഴ്സും കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം പലർക്കും ഈ എല്ലാ ക്യാമറയും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനുള്ള സമയമെടുക്കും. അതുപോലെ ചില സാധനങ്ങൾ കിട്ടാറ് പോലും ഇല്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും കൂടെയാണ് ഞാൻ നോക്കുന്നത്. ജസ്റ്റ് ഒരു ക്യാമറ ഉണ്ടാക്കി വിൽക്കുക എന്നൊരു കോൺസെപ്റ്റ് അല്ല. അത് ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ എങ്ങനെ ഒരാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഈ സിസ്റ്റം വെച്ചിട്ട്. മറ്റുള്ള കമ്പനിയെ പോലെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ ഒരു ടൈപ്പ് ലെൻസ്, ഈ ടൈപ്പ് ക്യാമറ മാത്രം യൂസ് ചെയ്യാവുള്ളൂ എന്നൊരു നിബന്ധന ഞാൻ വെക്കുന്നില്ല കഴിയുന്നത്. മാക്സിമം എല്ലാവർക്കും ഉള്ള സിസ്റ്റം തന്നെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കോൺസെപ്റ്റിലാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത്.